ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഈ ഒരു മേക്കിംഗ് വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, മെയിനായിട്ടുള്ള കാരണം ഒരു മെറ്റീരിയൽ വാങ്ങിയിട്ട് അതെന്ത് ചെയ്യണമെന്ന് അറിയാതെ വെച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതേപോലെയുള്ള ഒരു പേൾ ഹെയർ ബോ ആണ് ഇതിനു വേണ്ടി ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല തോന്നണോ, കാരണം ജസ്റ്റ് ബീഡ്സ് ആഡ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ ഒരു സൈസിലുള്ള ബീഡ്സാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 6 mm അല്ലെങ്കിൽ 5 mm വരുന്ന ബീഡ്സ് നിങ്ങൾ ആഡ് ചെയ്തിട്ട് എന്താ പറയുക, ഇതുപോലെ ഒരു ഹെയർ ബോ ചെയ്തെടുക്കുക. ഓക്കെ, ബീഡിൻ്റെ സൈസ് എല്ലാവരും ചോദിക്കാറുണ്ട്. നമ്മുടെ ആ 2 ഹോൾ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഹോൾ ടു ഹോളാണ് നമ്മൾ ആ ഒരു ബീഡിൻ്റെ സൈസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, മെഷർമെൻറ്റ് നോക്കുക. അപ്പോൾ ഒരു 5 to 6 mm വരുന്ന ബീഡ്സ് നമ്മൾ എടുക്കുക. ഓക്കെ, അത് വെച്ച് ഇതേപോലെ എൻഡ് ബീഡ്സൊക്കെ കൊടുത്ത്, എൻഡ് ബീഡോ അതല്ലാന്നുണ്ടെങ്കിൽ എൻഡ് ടേപ്പ് കൊടുത്തിട്ട് ഒരു ഹെയർ ബോ നമ്മൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു റിബൺ നമ്മുടെ സ്റ്റോറിൽ സെയിൽ ചെയ്തിട്ടുള്ള റിബണാണ്. അപ്പോൾ ഇത് വെച്ച് കുറച്ച് കസ്റ്റമേഴ്സ് ചെയ്ത് നമുക്ക് ഫോട്ടോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് വാങ്ങിയിട്ടുള്ള കുറച്ച് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു, റിബൺ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല എന്ന്. അപ്പോൾ ഒരു മേക്കിംഗ് വീഡിയോ ഷെയർ ചെയ്യുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വയേർഡ് ഗ്ലിറ്ററി ഓർഗൻസ റിബണാണ്, ഓർഗൻസ മെറ്റീരിയലാണ്. 2 സൈഡ് ഒരു വയർ പോലെ പോയിട്ടുണ്ട്. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ നിൽക്കും, ആ ഒരു ഷേപ്പിൽ നിൽക്കും. അതാണ് ഈ റിബണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഒറ്റ ഷെയ്ഡ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളൊരു ബോ ചെയ്യുന്ന രീതിയിൽ, നോർമലി ഒരു ബോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എത്ര വലിപ്പത്തിലാണോ വേണ്ടത് ആ വലിപ്പത്തിൽ റിബൺ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക, 2 ബോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മെറ്റീരിയൽ വാങ്ങിയിട്ട്, അതല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ മെറ്റീരിയൽ ആവണമെന്നില്ല, ഏതെങ്കിലും ടൈപ്പ് കുറച്ച് വീതിയുള്ള റിബൺ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഹെയർ ബാൻഡ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഈ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ. മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കാറ്റലോഗ് ഷെയർ ചെയ്ത് തരും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ 2 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബോയുടെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ബോയുടെ ഷേപ്പിൽ നമ്മളത് ചെയ്തെടുക്കുക. നോർമലി റിബൺ ബോ ചെയ്യണ പോലെ ഇപ്പോൾ ഹെയർ ബാൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു ബോ എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണത് റിബൺ വെച്ചിട്ടുള്ള ബോ തന്നെ ആയിരിക്കും മെജോറിറ്റി. ഇപ്പോൾ ബീഡ്സ് കോർക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എളുപ്പമുള്ള ടൈപ്പ് എന്ന് പറയുന്നത് ഈ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. കോൾ ചെയ്യരുത്, ദയവിത് കോൾ ചെയ്യരുത്. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ കിട്ടും. എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്താണ് ഞാൻ റിപ്ലൈ തരാറുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്ലൈ കിട്ടുന്നവരെ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക, മിസ് കോൾ അടിച്ചുകൊണ്ടിരിക്കാനും നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കിയെടുത്തതിന് ശേഷം ഇതൊരു ബോ ആയിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇത് ഫോൾഡ് ചെയ്തിട്ട് അത് അതിൻ്റെ സെൻറ്റർ പോർഷൻ, നമ്മളിതിന് മുന്നേ ഒരു ബോ ചെയ്തപ്പോൾ ഹെയർ ബാൻഡ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്താൽ അത് അവിടെ നിന്നോളും. അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല, അഴിഞ്ഞു പോരില്ല. പക്ഷേ നല്ല ടൈറ്റായിട്ട് നിങ്ങൾ കെട്ടിക്കൊടുക്കുക. ഓക്കെ, വീഡിയോയിൽ കാണുന്ന രീതിക്ക് ഫോൾഡ് ചെയ്യുക. അങ്ങനെ ആ രീതിയിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. നിങ്ങൾക്ക് തുന്നി കൊടുക്കുകയും ചെയ്യാം, അതായത് സൂചി നൂലും വെച്ചിട്ട് തുന്നി കൊടുക്കുകയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയുക, കെട്ടിക്കൊടുക്കുക, നൂല് മാത്രം വെച്ച് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. നമ്മൾ പിന്നീട് ഗമ്മ് വെച്ച് സ്റ്റിക്ക് ചെയ്യുന്നത് കാരണം അത് എന്താ പറയുക, അഴിഞ്ഞു പോരാതെ അതേപോലെ ഇരിക്കും. ഗമ്മ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുന്നത് കാരണം അഴിഞ്ഞു പോരില്ല. അതുകൊണ്ട് തുന്നി കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ കുറച്ച് ടൈറ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള മേക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ ഹെയർ ബോ സെയിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ. എന്നിട്ട് ഈ 2 ബോ ഉണ്ടല്ലോ, 2 ചെയ്തെടുത്തിട്ടുള്ള 2 ബോ ഒരുമിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട്
ഗം അപ്ലൈ ചെയ്യുക. ഗ്ലൂ ഗണ്ണ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഗ്ലൂ ഗൺ ഉപയോഗിക്കാനായിട്ട് നോക്കിക്കോളൂ. ഇനിയിപ്പോൾ അതല്ല B7000 6000 ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു പശ ഉപയോഗിച്ചാലും മതി. ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതൊന്ന് എന്താ പറയുക, ഒട്ടിപ്പിടിക്കുന്നത് വരെ പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്നറിയോ, ഒരു നൂലുപയോഗിച്ചിട്ട് വീണ്ടും ഒന്ന് ചുറ്റിയിട്ട് കെട്ടിട്ട് കൊടുക്കുക. ഒന്ന് സെക്യൂറായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ഗമ്മ് ഒന്ന് സ്റ്റിക്കായി കിട്ടുന്നവരെങ്കിലും അതങ്ങനെ നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഗ്ലൂ ഗണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഒട്ടി കിട്ടും. ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗമ്മ് വെച്ചിട്ട് ആ ഹെയർ ബാൻഡിൽ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഈ ഒരു പേൾ കോർത്തിട്ടുള്ള ഹെയർ ബാൻഡ് തന്നെ വേണം നിർബന്ധമില്ല. നോർമൽ ബ്ലാക്ക് ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വൈറ്റ് ഹെയർ ബാൻഡോ കളർ ഹെയർ ബാൻഡോ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ, അതിൽ നിങ്ങൾക്ക് ഗോൾഡൻ ഹെയർ ബാൻഡ് അത്ര ഭംഗി ഉണ്ടാവും എന്ന് തോന്നണില്ല. സിൽവർ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ സാറ്റിൻ കവർ ചെയ്ത് വരുന്ന ഏതെങ്കിലും ഒരു കളർ ഹെയർ ബാൻഡിൽ നിങ്ങൾക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ശരിക്കും പേൾസിനേക്കാളും നല്ലത് സാറ്റിൻ കവർ ചെയ്ത്. എൻ്റെ അടുത്ത് ഇപ്പോൾ സാറ്റിൻ കവർ ചെയ്തുള്ള ഹെയർ ബാൻഡ്സൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഔട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു പേൾ ഹെയർ ബാൻഡിൽ സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ B7000 വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യണം. അതങ്ങനെ വെച്ച് ഒരു അലിഗേറ്റർ ക്ലിപ്പ് കുത്തി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റോൺ സ്റ്റിക്കറുകളോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ സെയിം റിബൺ തന്നെ കട്ട് ചെയ്ത് വെക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ലെതർ ഷീറ്റ്സോ ഗ്ലിറ്റർ ഫോം ഷീറ്റ്സൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ. ഇതുപോലെ മിഡിൽ പോർഷനിലാണ് പറയുന്നത് കേട്ടോ. ഇനി അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുക്കാൻ പോണത് എന്താ പറയുക, നമ്മുടെ ലെതർ ഷീറ്റ് ഉണ്ടല്ലോ, ആ ലെതർ ഷീറ്റ് വെച്ചിട്ടാണ് സെൻറ്റർ പോർഷൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. സെൻറ്റർ എന്തായാലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇതിൻ്റെ ആ ഒരു ബോ സെൻറ്റർ പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ചെറിയ കുഞ്ഞ് കഷ്ണമല്ലേ, ആ കുഞ്ഞ് കഷ്ണത്തിൽ ഗം അപ്ലൈ ആക്കുക. ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു ബോയുടെ സെൻറ്ററിലായിട്ട് ആ ഹെയർ ബാൻഡും ബോയും തമ്മിൽ എന്താ പറയുക, അതൊരുമിച്ച് ഒട്ടിച്ച് വെക്കുന്ന രീതിയിൽ ആ ഒരു ബോ സെൻറ്റർ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ എന്തെങ്കിലും വരാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്ത് കളയുക. ഓക്കെ. അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നൂലൊക്കെ ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ ഒരു പേൾ ഹെയർ ബോയ്ക്ക് പകരം നോർമൽ ബ്ലാക്ക് ഹെയർ ബോയോ അല്ലെങ്കിൽ ഏതെങ്കിലും കളർ ഹെയർ ബോയോ ഒക്കെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു പേൾ ഹെയർ ബോ ആയത് കാരണം തന്നെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കും. ആ ഒരു ബീഡ്സ് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരില്ല. പക്ഷേ ബീഡ്സ് ഹെയർ ബോയിൽ ഒട്ടിപ്പിടിക്കുന്നവരെ ആ ഇഷ്യൂ വരും കേട്ടോ. താങ്ക് യു.